ഇലക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇരവിപുരം സീറ്റിനെ ചൊല്ലി RSPയിൽ കടുത്ത വിഭാഗീയത. ഷിബു ബേബി ജോൺ, NK പ്രേമചന്ദ്രൻ വിഭാഗങ്ങളിലാണ് സീറ്റിനായി വടംവലി നടത്തുന്നത്. നാളെ നടക്കുന്ന മണ്ഡലം കമ്മിറ്റിക്ക് മുൻപ് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗവും. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഈ ബലാബലം പരീക്ഷണം? അതായത് മാധു, ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ട RSPയിൽ വലിയ ചർച്ചകൾ, വലിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഷിബു ബേബി ജോൺ വിഭാഗവും ഒപ്പം തന്നെ NK പ്രേമചന്ദ്രൻ വിഭാഗവുമാണ് ഇത്തരത്തിൽ ഇരവിപുരം സീറ്റ് ഉറപ്പിക്കാനുള്ള വലിയ ബലാബലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ മണ്ഡലം കമ്മിറ്റികൾ ചേരുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ, ഭൂരിപക്ഷം മണ്ഡലം കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നേരത്തെ ഒരു ധാരണ. അങ്ങനെയെങ്കിൽ നാളത്തെ മണ്ഡലം കമ്മിറ്റികൾ വളരെ നിർണായകമാണ്. ആ കമ്മിറ്റികളുടെ തീരുമാനമനുസരിച്ചായിരിക്കും എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുക. കാർത്തിക് പ്രേമചന്ദ്രനൊപ്പം തന്നെ സജി ടി ആനന്ദ്, അങ്ങനെ രണ്ട് പേരുകളാണ് ഈ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നത്. കാർത്തിക് പ്രേമചന്ദ്രന് തന്നെയാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഈ ഷിബു ബേബി ജോൺ വിഭാഗം കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇരവിപുരത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി, നിയോജക മണ്ഡലം കമ്മിറ്റി കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മണ്ഡലം കമ്മിറ്റികൾ നിർണായകമാണ്. ഈ ഇരവിപുരം സീറ്റ് സംബന്ധിച്ച് പ്രേമചന്ദ്രന്റെ മകൻ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത് സംബന്ധിച്ചാണ് വലിയ തോതിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് RSPയിൽ ഉണ്ടാകുന്നത്. എന്തായാലും നാളെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ചേർന്ന മണ്ഡലം കമ്മിറ്റികൾ ഇത്തരത്തിൽ ആരെ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ഒരു ശുപാർശ കൃത്യമായി സംസ്ഥാന ഘടകത്തിന് നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ പോലും ഇരവിപുരത്ത് ആര് മത്സരിക്കുമെന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. RSPക്ക് ജയിക്കാൻ സാധ്യതയുള്ള, ജയസാധ്യതയുള്ള ഒരു സീറ്റാണ്. അവിടെയാണ് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ തമ്മിലടി നടക്കുന്നത്. അതിൽ കോൺഗ്രസിലും വലിയ തോതിൽ അമർഷം രൂക്ഷമാണ്. ഇങ്ങനെ അധികം തല്ലുകൂടിയാണെങ്കിൽ, തീരുമാനമായില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാമെന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ പ്രാദേശിക കോൺഗ്രസുകാർ പറയുന്നുണ്ട്. അവരുടെ പ്രതികരണം ഉൾപ്പെടെ ഒരു മണിക്കൂറിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇരവിപുരം സീറ്റിനെ സംബന്ധിച്ച് RSPയിൽ വലിയ വാക്കുതർക്കം, ബലാബലം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധു, ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അല്ലെങ്കിലും സമവായമില്ലാത്തപ്പോൾ സമവായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ അനവധി തവണ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും RSPയിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസിലേക്ക് പോകുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനം കൈക്കൊള്ളാനുള്ള പരമാവധി ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുമുണ്ട്. AV ജയശങ്കറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.